الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവലോക സിദ്ധാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു.
നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് പരിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്താനാകുമെന്നറിയില്ല. റമദാനിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ആയുസ് ലഭിക്കുന്ന, ആരോഗ്യം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇപ്പോൾ ഉള്ളത് റജബ് മാസത്തിലാണ്. റജബ് 9-10 നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പ്രവാചക ജീവിതത്തിൽ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു മുഅ്ജിസത്ത് നടന്നത് ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രാഉം മിഅ്റാജും അത് നടന്ന മാസമാണ് എന്നാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. മറ്റുള്ള അഭിപ്രായങ്ങളും ആ വിഷയത്തിലുണ്ട്. ഇസ്രാഉം മിഅ്റാജും നടന്നത് ഒരൊറ്റ രാത്രിയിലാണ്. പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ 1 വർഷം മുമ്പാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഭൂരിഭാഗം ആളുകളും ഇസ്രാഉം മിഅ്റാജും നടന്നത് റജബാണ് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ റബീഉൽ അവ്വൽ മാസത്തിലാണെന്നും റബീഉൽ ആഖിർ മാസത്തിലാണ് എന്നും ഇസ്രാഉൽ മിഅ്റാജുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും ഈ വിഷയമായിട്ടുള്ള പരാമർശങ്ങളും നിർദ്ദേശങ്ങളും ചരിത്രങ്ങളും ഒക്കെ എന്താണ് പഠിച്ചത് എന്ന്, പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക എന്നത് വിശ്വാസികൾക്ക് ഏറ്റവും കടപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ ഇസ്രാ എന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഇസ്രാ എന്നുള്ള അധ്യായത്തിലെ 1-ാമത്തെ ആയത്താണ് എന്റെ ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ കേൾപ്പിച്ചത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദിൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ അടിമയെ കൊണ്ട് രാപ്രയാണം നടത്തിയ അല്ലാഹു പരിശുദ്ധനാണ്. അല്ലദീ ബാറക്നാ ഹൗലഹു. മസ്ജിദുൽ ഹറാമാണെങ്കിലും മസ്ജിദുൽ അഖ്സയുമാണെങ്കിലും അതിനോട് അനുബന്ധമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം അനുഗ്രഹീതമാണ്, പവിത്രമാണ്. ഹറം എന്നറിയാം, ഹറമൈനി ഷരീഫൈനി, മക്കയും മദീനയും ഉൾപ്പെടുന്ന സ്ഥലം. മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ മക്കയും മദീനയും കഴിഞ്ഞാൽ 3-ാമത് പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വിശ്വാസി യാത്ര നടത്തുമെങ്കിൽ ഈ 3 പള്ളിക്ക് പറ്റുള്ളൂ. മക്കയും മദീനയും അതുപോലെ ബൈത്തുൽ അഖ്സയും. ഒരൊറ്റ രാത്രി കൊണ്ട് 1 മാസം വഴി ദൂരമുള്ള, 1 മാസത്തിലധികം വഴി ദൂരമുള്ള സ്ഥലത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയെന്നും അന്ന് തന്നെ രാപ്രയാണം നടത്തി പല അത്ഭുത കാര്യങ്ങളും പല ഗൈബായിട്ടുള്ള അദൃശ്യ ലോകത്തിന്റെ കാര്യങ്ങൾ ഇസ്രാ മിഅ്റാജിലൂടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ ശരീരവും റൂഹും ഒപ്പം ഉണ്ടായിരുന്നു എന്നതാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. ചില ആൾക്കാര് പ്രവാചകൻ കണ്ട സ്വപ്നമാണെന്ന് പറയുന്ന ചില ഉദ്ധരണികളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രബലമായ അഭിപ്രായം ശരീരവും റൂഹും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് അതൊരു സ്വപ്നമായി മാത്രം നമ്മൾ വിലയിരുത്തേണ്ടതല്ല എന്നാണ് ഭൂരിഭാഗം മുഫസ്സിരീങ്ങളും രേഖ
തടി ഉണ്ടായിരുന്നു. റൂഹ് ഒന്നിച്ചാണ് ഇസ്രാ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചത്. ഇസ്രാവും മിഅ്റാജും നടക്കുന്നതിന് മുമ്പ് പ്രബോധന രംഗത്ത് മക്കയിലെ മുശ്രിക്കുകൾ ധാരാളം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രവാചകൻ ധാരാളം പ്രയാസങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കി. താങ്ങും തണലുമായ അബൂ ത്വാലിബിന്റെ മരണം, പ്രവാചകന്റെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം, ഈ രണ്ടു പേരുടെ മരണം ചരിത്രത്തിന്റെ താളുകളിൽ ദുഃഖത്തിന്റെ വർഷമാണ്. പ്രവാചകനാകെ മാനസികമായി പ്രയാസപ്പെട്ടു. തനിക്ക് താങ്ങും തണലും രക്ഷയും സാമ്പത്തികമായ പിൻബലമുണ്ടായ വ്യക്തികൾ തന്നിൽ നിന്ന് അകന്നുപോയി. മാത്രമല്ല, തന്റെ ബന്ധുക്കളും കുടുംബക്കാരും താമസിക്കുന്ന ത്വായിഫിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ത്വായിഫിൽ നിന്നെങ്കിലും ഒരു സഹായം, ഒരു പിൻബലം കിട്ടുമെന്ന് തെരുവ് പിള്ളേരെ കൊണ്ട് കൂക്കി വിളിച്ച് ആട്ടിയോടിച്ച് കല്ലെറിഞ്ഞ് പ്രവാചകന്റെ കാലിൽ നിന്ന് രക്തം ധാരയായി ഒഴുകി. അങ്ങനെ അദ്ദേഹം ക്ഷീണിതനായി ദുഃഖിതനായി ഒരു ഈത്തപ്പനയുടെ തോട്ടത്തിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോഴാണ് മലക്കു ജബൽ, മലകളുടെ ഡ്യൂട്ടിയുള്ള ദൗത്യമുള്ള മലക്കുകൾ വന്ന് ചോദിച്ചു, പ്രവാചകരെ നിങ്ങളൊന്ന് പറഞ്ഞാ മതി, ഈ രണ്ട് മലകളിട്ട് ഇവരെ ഞങ്ങൾ നിരത്തി കളയും, പക്ഷേ നിങ്ങളെ പെർമിഷൻ വേണോ? നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പകരത്തിന് പകരം ചെയ്യലല്ല ഇസ്ലാമിന്റെ നയമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു, പടച്ച തമ്പുരാനെ, എന്റെ ഈ സമൂഹത്തിന് നീ പുറത്തു കൊടുക്ക്, അറിവില്ലാത്തവരാണ്. സഹോദരങ്ങളെ, പ്രബോധനത്തിന്റെ വഴിത്താരയിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ നയമാണ്, ഈ സമീപനമാണ് ഈ ഖുറാഫത്തിനും വിദ്അത്തിനുമെതിരെ, ശിർക്കിൻ ആചാര ആഘോഷ അതുപോലെ തന്നെ കർമ്മങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോഴും ഗുണകാംക്ഷ വേണം, നസീഹത്ത് വേണമെന്ന പ്രവാചകൻ സങ്കടപ്പെടുകയാണ്. തന്റെ പ്രബോധനം സ്വീകരിക്കാത്ത ആളുകളെ കുറിച്ച് പകയോ വിദ്വേഷമോ വെറുപ്പോ കുടിപ്പകയോ അതിന് പകരം പ്രവാചകന്റെ മനസ്സിൽ പ്രയാസാണ്. നമ്മളും പ്രാർത്ഥിക്കണം, പടച്ച തമ്പുരാനെ, ഈ സമൂഹം അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്, പുറത്തു കൊടുക്കണേ എന്ന് പ്രവാചകന്റെ വിശാലത്ത് സ്വീകരിച്ചുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പൊ ദുഃഖത്തിന്റെ വർഷം, ത്വായിഫിൽ നിന്നുള്ള അനുഭവം, ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രാഉം മിഅ്റാജും സംഭവിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്നും പുറപ്പെട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് ബുറാഖ് എന്ന വാഹനം. അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ കണ്ണ് തട്ടുന്നതിന്റെ കാലത്തുന്ന പ്രകാശ വേഗതയിൽ, ആധുനിക ലോകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ പ്രകാശ വേഗതയിൽ ആ ബുറാഖ് സഞ്ചരിച്ചു. ഒരു മാസത്തിലധികം യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഒരു രാത്രിയുടെ ചില ഭാഗങ്ങൾ കൊണ്ട് മാത്രം വന്നു എന്നത് മുഅ്ജിസത്താണ്. അള്ളാഹു നൽകിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവാണ്, അല്ലാതെ മുഹമ്മദ് നബിക്കുള്ള കഴിവല്ല. എന്നിട്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ അഖ്സയിൽ ചെല്ലുകയും അവിടെ മുൻകഴിഞ്ഞ സകല പ്രവാചകന്മാരെയും ജീവനോടെ അവിടെ ഹാജരാക്കുകയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഇമാമായി നിസ്കരിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അവതരിപ്പിച്ച ആയത്താണെന്ന് പ്രമുഖ മുഫസ്സിരീങ്ങൾ പറഞ്ഞു. വസ്ഫൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിന, ഒട്ടപ്പുറത്ത് അല്ലാഹുവല്ലാത്ത ആളുകളെ വിളിച്ചു തേടാൻ വേണ്ടി ഉദ്ധരിച്ച ഈ ആയത്തില്ലേ, ഇസ്രായിലിന്റെ വേളയിൽ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് സകല പ്രവാചകന്മാരുടെയും ഇമാമായി നമസ്കരിച്ച സന്ദർഭത്തിൽ എല്ലാ പ്രവാചകരും മുമ്പിലുണ്ട്. വസ്സൽ, പ്രവാചകരെ ചോദിക്കി, മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിന, താങ്കൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞയച്ച സകല പ്രവാചകന്മാരും ഇവിടെ ഉണ്ട് ചോദിക്കി. എന്നിട്ട് നമ്മൾ മരിച്ച ആളുകളെ വിളിച്ചു തേടാനുള്ള ആയത്തായി അല്ലെ ഖണ്ഡന വേദിയിൽ നിന്ന് കേൾക്കുക. എന്താ ചോദിക്കേണ്ടത് പറഞ്ഞില്ല, ചോദിക്കേണ്ട വിഷയം ഒന്നും ആരും കൂടെ പറയില്ല.
എന്ത് ചോദിക്കേണ്ടത്? എന്റെ വിഷയം വഴിമാറും. വസ്സൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിയത യഅ്ബദൂൻ. നിങ്ങളോട് ആരോടെങ്കിലും അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ആരാധ്യ വസ്തുക്കളോട് ആരാധന നടത്താൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കി. ഇതാണ് ആയത്ത്. ഞാൻ വിശദീകരിക്കുന്നില്ല, ബാക്കി ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് വിശദീകരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ അവിടുന്ന് ഇങ്ങനെ ആകാശത്തേക്ക് കയറി പോവുകയാണ്. കൂടുതൽ വിശദീകരിക്കാൻ സമയം അനുവദിക്കില്ല. പരിമിതമായ സമയത്തിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒന്നാം ആകാശത്ത് വെച്ച് അബൂബക്കർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണിക്കപ്പെട്ടു. ആദം നബിയെ ഒന്നാം ആകാശത്ത്, സമാഉദ്ദുനിയ ആകാശ ലോകത്തിന്റെ ഒന്നാം ആകാശത്താണ്. വലഖദ് സയ്യന്ന സമാഅദ്ദുനിയ ബിമസാബിഹ, വിളക്കുകൾ കൊണ്ട് നക്ഷത്രങ്ങൾ കൊണ്ട് അല്ലാഹു ഡെക്കറേറ്റ് ചെയ്തത്, അലങ്കരിച്ചത് ഒന്നാം ആകാശമാണ്. ആ ഒന്നാം ആകാശത്ത് വെച്ച് അബൂൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണിക്കപ്പെട്ടു. അതുപോലെ തന്നെ രണ്ടാം ആകാശത്ത് വെച്ച് യഹ്യാ നബിയെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും കാണിക്കപ്പെട്ടു. മൂന്നാം ആകാശത്ത് വെച്ച് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണിക്കപ്പെട്ടു. അതുപോലെ നാലാം ആകാശത്ത് വെച്ച് ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണിക്കപ്പെട്ടു. അഞ്ചാം ആകാശത്തേക്ക് വെച്ച് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബിയുടെ സഹായിയായ ഹാറൂൻ നബിയെ അള്ളാഹു കാണിച്ചു കൊടുത്തു. ആറാമത്തെ ആകാശത്ത് വെച്ച് മൂസാ നബിയെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മൂസാ നബി ആറാം ആകാശത്ത് കാണിക്കപ്പെട്ടു, നമുക്കറിയാം. അതുപോലെ തന്നെ ഏറ്റവും മുകളിലെ ഏഴാമത്തെ ആകാശത്ത് വെച്ച് ഖലീലുള്ള, അള്ളാന്റെ ദോസ്ത്, അള്ളാന്റെ ചങ്ക്, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത മുഖറബായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഏഴാം ആകാശത്ത്, നിങ്ങൾ ആ അടുപ്പാണ് കണ്ടത് അല്ലെ? ആ അടുപ്പാണ്. ആ പ്രവാചകന്മാരെ കൺകുളിരെ കണ്ണിറയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. ധാരാളം കാര്യങ്ങൾ ആ യാത്രയിൽ കണ്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ അവതരിക്കുന്നത്. ബൈത്തുൽ മഅ്മൂർ എന്നുള്ള ഭവനം കാണിക്കപ്പെട്ടു. അതുകൊണ്ട് ഇങ്ങനെ ചാരി ഇബ്രാഹിം നബി ഇങ്ങനെ ഇരിക്കണ്ട്. അതിലേക്ക് ഇങ്ങനെ പുറംചാരി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരിക്കുക. പരിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലെ കണ്ണിയായ ഇബ്രാഹിം നബി ബൈത്തുൽ മഅ്മൂറിന്റെ ചുമരുകളിൽ ചാരിയിരിക്കുന്നതായി പ്രവാചകൻ കണ്ടു. ബൈത്തുൽ മഅ്മൂർ ഒരു പ്രത്യേകതയുണ്ട്. ആദാ ബൈത്തുൽ മഅ്മൂർ യദ്ഖുലു കുല്ല യൗമിൻ 70000 മലക്കുൻ. ഓരോ ദിവസവും 70,000 മലക്കുകൾ അതിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. ഇദാ ഖറജു മിൻ ലം യഊദു ഫീഹി ആഖിറു അലൈഹിം, ഖിയാമത്ത് നാൾ വരെ. എങ്ങനെ കേറുവലല്ല കേറുന്നത്, പിന്നെയും പുതിയ ടീം ഇങ്ങനെ വരിക. അപ്പൊ എത്ര മലക്കുകൾ ഉണ്ടാവും? റൂഹിന്റെ മലക്കൂടി ഒരു മലക്കാണ് നമ്മളൊക്കെ വിചാരിച്ചു വെച്ചത്. മുൻകറി നക്കീർന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരാളാണ് രണ്ടാൾ, എല്ലാവർക്കും ഇപ്പൊ ഇങ്ങനെ വരിക, എല്ലാരും റൂഹ് എങ്ങനെ പിടിക്കുക, ഇതൊക്കെ നമ്മൾ ചോദിക്കുക. 70,000 മലക്കുകൾ ഇങ്ങനെ ഓരോ സമയവും ബൈത്തുൽ മഅ്മൂറിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം കാഴ്ചകൾ. ആ കൂട്ടത്തിലാണ് സിദ്റത്തുൽ മുൻതഹ. അങ്ങേ തലയിലെ ഇളന്തമരത്തിനർത്ഥം അക്സ എന്ന് പറഞ്ഞ തൽക്കലിന, മസ്ജിദുൽ അക്സ എന്ന് പറഞ്ഞ തൽക്കലുള്ള പള്ളിന. കഅബ കഴിഞ്ഞിട്ട് പിന്നെ കുറെ അങ്ങേ തലക്കൽ ഒരു പള്ളി ഉണ്ടായിരുന്നു അന്ന്, അത് മസ്ജിദുൽ അക്സ. അങ്ങേ തലക്കുള്ള സിദ്റത്തുൽ മുൻതഹ കാണിക്കപ്പെട്ടു. നമുക്ക് കൂടുതലൊന്നും പറയാനില്ല, നമ്മൾ ആരും പോയി വന്നിട്ടില്ല. അവിടെ ഭാഗത്തെ കണ്ടാണ്ട് പ്രവാചകം ഒന്ന് പറഞ്ഞ കാര്യങ്ങളല്ലാതെ നമുക്ക് ഒന്നും വിശദീകരിക്കാനില്ല. ഖുർആൻ പറഞ്ഞു വലഖദ് റആഉ നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തുൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ. വലഖദ് പ്രവാചകൻ കണ്ടിട്ടുണ്ട്. ആരെ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ.
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തനതായ രൂപത്തിൽ 2 തവണ മാത്രമാണ് പ്രവാചകൻ കണ്ടിട്ടുള്ളത്. പ്രവാചകന്റെ അടുത്തേക്ക് വരുമ്പോൾ മനുഷ്യന്റെ രൂപത്തിൽ വെള്ളത്തുണിയും വെള്ള കുപ്പായൊക്കെ ഇട്ട് പ്രവാചകന്റെ അടുക്കേക്ക് ഒരു യാത്രയുടെ ഒരു ക്ഷീണവും ഇല്ല, വസ്ത്രമൊന്നും മുഷിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ 2ാമത് സ്റ്റെപ്പിന് ഡ്രസ്സ് കരുതല, മുഷിയും കരുതിയിട്ട്. പ്രത്യേകിച്ച് വെള്ള കുപ്പായത്തിനൊക്കെ പ്രത്യേകത ഉണ്ട്. വെള്ള തുണിയും കുപ്പായൊക്കെ ധരിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യന്റെ രൂപത്തിൽ പ്രവാചകന്റെ മലക്കുകളുടെ സദസ്സിൽ, സഹാബത്തുള്ള സദസ്സുകളിൽ വന്നതായി നമുക്ക് കാണാം. അപ്പോ 2ാം തവണ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചുകൊണ്ട് ആരെ കാണിക്കപ്പെട്ടു? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. 600 ചിറകുകളുള്ള, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത, നമുക്ക് അറിയില്ല എങ്ങനെയാണ് ആ കോലൊന്നും, 600 ചിറകുകളുള്ള രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണിക്കപ്പെട്ടു എന്ന് ഹദീസിലുണ്ട്. അപ്പുറത്തേക്കൊന്നും ചോദിക്കേണ്ട, കാരണം അദൃശ്യ ലോകത്തിന്റെ താക്കോൽ പ്രവാചകൻ അറിയിച്ചതേ പ്രവാചകൻ പറയാൻ കഴിയുള്ളൂ. അല്ലാഹുവിന്റെ അടുക്കല ലാ യഅലമു മാ ഫിസ് സമാവാതിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശ ഭൂമികൾക്കിടയിൽ മറഞ്ഞ കാര്യം പടച്ചോന് മാത്രമേ അറിയുള്ളൂ. CM അറിയില്ല, ഏതെങ്കിലും തങ്ങളോ സിദ്ധനോ വൈദ്യനോ പണിക്കരോ ഒരാൾക്കും അറിയില്ല. ആകാശ ഭൂമികൾക്കിടയിൽ മറഞ്ഞ കാര്യം റബ്ബിന് മാത്രമേ അറിയൂ എന്ന് വിശുദ്ധ ഖുർആനിൽ ഖണ്ഡിതമായി പറഞ്ഞത് മനസ്സിലാക്കണം. പ്രവാചകൻ സ്വർഗം കാണിക്കപ്പെട്ടു, നരകം കാണിക്കപ്പെട്ടു, പല കൊട്ടാരങ്ങളും കാണിക്കപ്പെട്ടു. ഉമർ പറഞ്ഞു താങ്കൾക്കുള്ള കൊട്ടാരമാണെന്ന് ചില ഉദ്ധരണിയിൽ കാണാം. പലതും വിശദീകരിക്കാൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. 4 പുഴകൾ കണ്ടു, സ്വർഗത്തിൽ 4 അരുവിയുണ്ട്, 4 അരുവികള്. ആ 4 അരുവിയുടെ സ്വഭാവം പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് തേനരുവിയ, ഒന്ന് പാലരുവിയ, ഒന്ന് ശുദ്ധമായ വെള്ളം കിട്ടുന്ന അരുവിയ, ഒന്ന് കള്ളരുവിയ. കള്ള് എന്ന് പറയുമ്പോ ഈ ദുനിയാവിൽ ഇങ്ങനെ മാലായിട്ട് 3 കാലുമ നടക്കുന്ന സ്വഭാവം ഒന്നും കാണണ്ട. ഞമ്മക്കൊരു പേര് പറഞ്ഞുള്ളൂ, ഒരു പേര് ഞമ്മക്ക് എന്താന്ന് അറിയാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ആസ്വാദകരമായ ഈ 4 അരുവികള് ഹദീസിന്റെ ഉദ്ധരണിയിൽ കാണാം. ഈ 2 അരുവികളെ കുറിച്ച് പറഞ്ഞത് അത് നൈൽ നദിയും യൂഫ്രട്ടീസ് നദിയുമാണെന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു അലം, നമുക്കതേ പറയാൻ പറ്റുള്ളൂ. ഈ സമയത്താണ് നിസ്കാരം നിർബന്ധാക്കുന്നത്. ഇസ്രാ വേളയില് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുത്തേക്ക് പോയി തിരിച്ചു വരുമ്പോ എന്തേ നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി വല്ലതും ചെയ്യാൻ പറഞ്ഞോ? അവളെ പറഞ്ഞു 50 വക്തി, 5 വക്തിന് നിസ്കരിച്ചാൽ കഴിയാത്ത നമ്മളെ 50 വക്താണ് നമ്മളെ നിയമമാണെങ്കിൽ ആലോചിക്കുന്നത്. ഇതന്നെ ഇപ്പൊ സുബൈയൊക്കെ അത് വലിയൊരു ത്യാഗം നൽകിയിട്ട് നമ്മൾ ചെല്ലണത്. ജുമാക്ക് തന്നെ ഇപ്പം തുടക്കം മുതൽ ഒടുക്കിയിരിക്കാന്നല്ലോ. 2 മണിക്കൂറുള്ള കളി കാണാൻ നമുക്ക് പ്രയാസമല്ല. 4 മണിക്കൂറുള്ള അല്ലെങ്കിൽ 3 മണിക്കൂറുള്ള ഏതെങ്കിലും സിനിമകളോ പ്രോഗ്രാമുകളോ സ്റ്റേജ് ഷോയോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. ഇവിടെ ഒരു 5 മിനിറ്റ് ആണ് അങ്ങോട്ടായ പഠിച്ച എങ്ങനെ അല്ലേ? ഒന്ന് പുറത്തു പോയി ഒരു ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് 1/2 മണിക്കൂർ ഇരിക്കണ്ടേ? ചുരുങ്ങിയത് 1/2 മണിക്കൂറിൽ ഇരിക്കേണ്ട. ഒരു ബ്രോസ്റ്റ് പറഞ്ഞ്, ഒരു മന്തി പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റേ പറഞ്ഞ് ഒന്നും കുഴപ്പമില്ല. പള്ളിയിൽ ഭയങ്കര പ്രശ്നമാണ്. ഇമാമൊന്ന് ഒരു 2 ആയത്ത് കൂടുതൽ ഓതിയാല്, ഖത്തീബൊന്ന് നീട്ടിയാല്, ചില വിഷയങ്ങൾ നമ്മള് സാന്ദർഭികമായി പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകാം. അതൊക്കെ ഉൾക്കൊള്ളണം. യാത്രക്കാർക്ക് ജുമ നിർബന്ധമല്ല, അവർക്ക് ദൂരം സ്വീകരിച്ചാൽ മതി. അതിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ടതില്ല. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പൊ 5 നേരത്തെ നിസ്കാരമൊക്കെ ചുരുക്കി 50 വക്തിന്റെ സമയത്താണ് കിടക്കണത്. 50 വക്തിന്റെ സമയത്താണ് 5 വക്ത് കിടക്കണത്. അതെങ്കിലും കൃത്യമായി ചെയ്യണ്ടേ? നാളെ പരലോകത്ത് വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കേണ്ടാവും? ആദ്യം ചോദിക്കും നിസ്കാര. അപ്പൊ ഇസ്രാ മിറാജ് വേളയില് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലത് വേണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രാഉം മിറാജും നടന്ന് ഈ വിവരം മക്കയിലെ ആളുകളൊക്കെ പറഞ്ഞപ്പം പരിഹസിക്കുക. എന്ത് പറഞ്ഞാലും ഇപ്പൊ ട്രോളാണല്ലോ, ആകെ ട്രോളാ. ഇപ്പൊ ദ്വയാർത്ഥത്തിന്റെ പേരിൽ പല ആൾക്കാരും ഇപ്പൊ അല്ലെ അറസ്റ്റിലായി. നമുക്കറിയാം, നമ്മള് സോഷ്യൽ മീഡിയന്റെ ഒപ്പം നമ്മൾ പോണത് അല്ലെ. മിണ്ടിയാല് അവിടെ അറിയും നമ്മള് ആ ലോകാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ടോ പരിഹസിച്ചു. പിരാന്തന് എന്താണ് ഇയാൾ ഈ പറഞ്ഞത്?
ഒരു മാസത്തിലധികം നടക്കേണ്ട സ്ഥലത്തേക്ക് ഇയാൾ പോയിന്നോ? ഇപ്പൊ ചില ആൾക്കാർ ചോദിച്ചു, ഷാമിലേക്കുള്ള ഒരു കച്ചവട സംഘം പോയിട്ടുണ്ട്, ആ കച്ചവടം തിരിച്ചു വരികയാണ്, അതിൽ എത്ര ആളുണ്ടെന്ന് പറഞ്ഞ്. അത് എപ്പോഴാ വരിക? ഇതൊക്കെ പ്രവാചകൻ കൃത്യനോട് പറഞ്ഞു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല. ചില ആൾക്കാർ വന്ന് പറഞ്ഞു, എന്താണ് നിങ്ങളെ കൂട്ടുകാർ എന്തൊക്കെയും വർത്താനം പറഞ്ഞ്, തലക്ക് സ്ഥിരതല്ലേ, പറഞ്ഞു 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 മൂപ്പർ എന്തൊക്കെ പൊട്ടത്തിലാ പറഞ്ഞത്. അതിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിന്റെ പ്രവാചകൻ എങ്ങനെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞു. ഇസ്രാവും മിഅ്റാജും നടന്നിട്ടുണ്ട്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നോ? എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എന്നുള്ള പ്രഖ്യാപനമാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെ സിദ്ദീഖ് എന്നുള്ള പേര് വരാനുള്ള പശ്ചാത്തലം എന്താ അറിയോ? എന്റെ പ്രവാചകൻ പറഞ്ഞു, ഓക്കെ. എന്റെ ഖുർആനിലുണ്ടോ? ഓക്കെയാണ്. എന്റെ പ്രവാചകൻ പറഞ്ഞോ? വേറെ എന്ത് വർത്താനല്ല. എല്ലാം ഇപ്പൊ ബുദ്ധി കൊണ്ട് ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റുമോ? ബുദ്ധി ഉപയോഗിച്ച് മതത്തിന്റെ കാര്യങ്ങൾ അളക്കുകയാണെങ്കിൽ ഇബ്നു ഉമർ എന്ന് പറയാ, നിങ്ങള് കാലിമ ഫുഫ ധരിക്കുമ്പോ തടവേണ്ടത് എവിടെ? ശരിക്കും തടവേണ്ടത് മുകളിലാണ് തടവണത്. എവിടെയാണ് കുറച്ച് പൊടിയ അഴുക്കൊക്കെ വരാൻ സാധ്യത? എവിടെ? താഴ്ഭാഗത്തല്ലേ. പക്ഷെ ഫുഫ തടയുമ്പോൾ അതിന്റെ മുകളിലെ തടയുണ്ട്. എല്ലാം നമുക്ക് ബുദ്ധിക്ക് വ്യക്തിയതില്ല. ഇസ്ലാം ദീന്റെ കാര്യമാണ്. ഇബ്രാഹിം നബി കല്ലെറിഞ്ഞുകൊണ്ട് പിശാചിനെ ആട്ടിയോടിച്ചു. നമ്മൾ ഇന്ന് ഈ അജ്ജിന് മുളക്കറവ് ഇങ്ങനെ കല്ലെറിഞ്ഞ് എത്താപതിലുള്ളത് ഇത് ചോദിക്കാൻ നിൽക്കേണ്ട. ചില കാര്യങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യാതെ അള്ളാന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ഉൾക്കൊള്ളുക എന്നതാണ് വിശ്വാസികളായ നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് സ്വീകരിക്കുകയും അദ്ദേഹം ഏറ്റവും അടുത്ത ഞാനൊരു കൂട്ടുകാരനെ സ്വീകരിക്കുകയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കും ഞാൻ സ്വർഗത്തിലും ഒരു കൂട്ടുകാരനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും നല്ല മകുടോദാഹരണമായി അബൂബക്കർ സിദ്ദീഖ് മാറി. അപ്പോ അദൃശ്യ ലോകത്തെ കുറിച്ചുള്ള പ്രവാചകന്റെ നേർക്കാഴ്ചയാണ് ഇസ്രാഉം മിഅ്റാജും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ലഘൂകരിച്ചു വന്നു. അതുപോലെ അമ്പിയാക്കന്മാരുടെ ഇമാമായി നിന്നു. ഇനിയോ നമ്മൾ മനസ്സിലാക്കണം, ദീന്റെ പേരിൽ എന്തെല്ലാം പേക്കൂട്ടാ നടക്കണത്. ഇപ്പൊ ആനന്റെ പിന്നാലെ നേർച്ചയിലെ ആനാചാരം ഒഴിവാക്കിയാന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഇവര് നടത്തുന്ന നേർച്ച തന്നെ വലിയ അനാചാര. ഈ വിഷയം വിശദീകരിക്കാൻ നേരല്ല. പക്ഷേ ആനുകാലിക വിഷയങ്ങളിൽ പുറംതിരിഞ്ഞിക്കാൻ പറ്റൂലല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയം ചർച്ച ചെയ്യാം. നേർച്ചയിലെ ആനാചാരം ഒഴിവാക്കുക. ആനനെ നമ്മൾ പറഞ്ഞു ഇവര് നടത്തുന്ന നേർച്ച തന്നെ അനാചാരാണെന്നാ. എന്നിട്ടോ ഖബർ സിയാറത്തിന്റെ പേരിലാണ് ഇന്ന് ആനനെ കൊണ്ടുവരുന്നത്. പണ്ടും ആനകൾ വിരണ്ടു വന്നു കഅബ പൊളിക്കാൻ വാശിയുമായി, ഇന്നും ആന വരുന്നു ഖബറിൽ ദീന് പൊളിക്കാൻ വാശിയുമായി. അബ്റഹത്തും കൂട്ടരും ആന കൊടുങ്ങാണ്ട് കഅബ പൊളിച്ചു. ഇന്നോ ഇസ്ലാമിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഇസ്ലാമിലെ ഇല്ലാത്ത ആചാരങ്ങളും ആഘോഷങ്ങളുമായി ദീനിനെ തകർക്കാൻ ഇന്ന് ആനനെ കൊണ്ടുവരിക. പണ്ടും ആനകൾ വിരണ്ട് വന്നു കഅബ പൊളിക്കാൻ വാശിയുമായി, ഇന്നും ആന വരുന്നു ഖബറിൽ ദീന് പൊളിക്കാൻ വാശിയുമായി. മുട്ടും വിളിയും വാദ്യാഘോഷവും ഇങ്ങനെ ചില വരികളൊക്കെ ഉണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ എന്താ നിങ്ങള് ഇതൊന്നും ദീനിലല്ല. എത്ര ആനനെ ഉപയോഗിച്ചിട്ട് പണ്ഡിതന്മാർ ലൈസൻസ് കൊടുക്കുക. അതുകൊണ്ട് എല്ലാ വിദേഹത്തിൽ നിന്നും ശിർക്കിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും മാറി പ്രവാചകൻ കാണിച്ചു തന്ന മഹിതമായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മുത്തഖിയായി ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.